എന്താ? ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിനാ? ഒന്ന് വരുന്നേ, ഒരു കാര്യം പറയാനാ. എന്താ ചന്ദ്രികേ? ആ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അതെ, ആരോടും പറയരുത് കേട്ടോ. പറയില്ലല്ലോ? ഉറപ്പാണേ? കാര്യം പറ. അതെ, എനിക്കൊരു കത്ത് എഴുതി തരാമോ? അതെന്താ, ചന്ദ്രിക മലയാളം എഴുതാറില്ലേ? അല്ല, ഇത് അങ്ങനെയുള്ള കത്തല്ല. നാടകമൊക്കെ എഴുതുന്ന ആളല്ലേ, അപ്പോ അറിയായിരിക്കുമല്ലോ. അതെ, ഈ അയ്യേ, എങ്ങനെയാ പറയാ? പറഞ്ഞോളൂ. പ്രേമലേഖനാ. അല്ല, ചന്ദ്രിക ആർക്ക് കൊടുക്കാനാ? അയ്യേ, എനിക്കാർക്കും കൊടുക്കാനല്ല. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അശ്വതി. അവക്ക് നിങ്ങളെ മലയാളം പഠിപ്പിച്ച സാറിനോട് ഭയങ്കര ഇഷ്ടമാ. ഞാൻ എഴുതി കൊടുക്കാന്ന് വാക്കും കൊടുത്തുപോയി. എന്താ, എഴുതി തരുമോ? ചന്ദ്രികയ്ക്കുള്ള പോലെ ഒരു കുഴപ്പം എനിക്കുണ്ടല്ലോ. ഞാൻ ഇതുവരെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല. മലയാള സാറിനായതുകൊണ്ടാണ് ഒരു പേടി, ഗ്രാമർ മിസ്റ്റേക്ക് പോലും വന്നാലോ. ആ, ഏതായാലും ചന്ദ്രിക വാക്ക് കൊടുത്തു പോയ സ്ഥിതിക്ക് ഞാനത് ശ്രമിച്ചു നോക്കട്ടെ. വേഗം വേണം കേട്ടോ. ആ, നോക്കട്ടെ. എന്നപ്പോ കിടന്നോ, മഞ്ഞോണ്ട് പനി കൂട്ടണ്ട. ആ, പോരട്ടെ പോരട്ടെ, സൂക്ഷിച്ച് അടി തട്ടരുത്. ആ, അങ്ങോട്ടോ ചേട്ടാ. ചേട്ടാ, ചേട്ടോ. ആരായത്? എന്താ ഇത്? തയ്യൽ മെഷീൻ. ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? അയ്യോ, ഞാൻ വെറുതെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇനി കൊണ്ടുവന്നത്. ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം? അല്ല, ഇവിടെ ഇരുന്ന കാശിന്റെ കാര്യം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കാശ് കൈ വരുന്ന അനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി. എന്താ? നോക്കി നിൽക്കാൻ അകത്തോട്ടെടുത്ത് വയ്യുന്നു. ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചു വിടും. ചേട്ടാ ഒന്ന് ഒതുങ്ങിയേ, വെറുക്കെ. പിന്നെ ചേട്ടാ, ഇക്കാലത്ത് കക്കൂസും കുളിമുറി എന്നൊക്കെ പറയുന്ന പോലെ ടെലിവിഷൻ ടി വി ഇല്ലാത്ത വീടേതാ? നമുക്കും വേണ്ടേ ഒന്ന്? അയ്യോ, പെതുക്ക മതി. ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനും എത്തിക്കാം. നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞതുപോലെ. ഒന്ന് ചുമ്മാതിരുന്നേ. എന്താ സ്വൽപ്പം അടിക്ക്. എനിക്കെങ്ങും വേണ്ട. എന്നാ നീ സ്വൽപ്പം തണുത്ത വെള്ളം എടുത്തോ. തണുത്ത വെള്ളത്തിൽ ഞാനിപ്പോ എവിടെ പോവാനാ? അതിനാ ഞാൻ പറഞ്ഞത്, ഇല്ല അതുപോലെ ഒന്ന് വാങ്ങി വെക്കാന്ന്. ഇതുപോലെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് അല്ലടി കോതെ, ഫ്രിഡ്ജ്. ആ, എന്തുവാണേലും വേണ്ടേ. വടക്കേലെ അമ്മണിയും കോങ്കണി തങ്കമ്മയും ഒക്കെ റിഡ്ജിന് ചേർന്നിക്കുമല്ലേ. മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടെന്നേ. എന്റെ എവിടുന്ന കാശ്? ഓ, സോറി എന്ന് ചോദിക്കുമ്പോ ഉടനെ കാശ് ചോദിക്കല്ലേ. ഒന്ന് പോയാ മതി, അവര് സാധനം ഇങ്ങ് എത്തിക്കും. നമുക്ക് ആലോചിക്കാം. ഒന്നുകൂടെ ഒഴിക്കട്ടെ? മതി മതി, കുടിപ്പിച്ച് കിടത്താതെ. നിങ്ങൾ ടി വിക്കല്ലേ ചേർന്നത്? അതെ അതെ, എന്തായി? ഉടനെ എത്തും. തയ്യൽ മെഷീന്റെ തേർഡ് ഇൻസ്റ്റാൾ. എന്റെ സ്റ്റീൽ അലമാരയുടെ 2 അടവ് കഴിഞ്ഞു. സാധനം അവിടെ. നിങ്ങൾ എല്ലാ അടവും എടുക്കാതെ, ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ, തിരക്ക് കൂട്ടാതെ. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം. റെസിറ്റ് ചെയ്യാനെങ്കിൽ എത്തിക്കാം. വന്നിട്ട് സാറേ. എന്താണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അകത്തോട്ടിരിക്കാം. വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. ചായ എന്തെങ്കിലും? വേണ്ട വേണ്ട, എനിക്കൊരു ഫ്രിഡ്ജ് വേണല്ലോ. അതിനെന്താ സാർ, സ്റ്റോക്കിങ് വന്നോട്ടെ. ഇരിക്കില്ലേ ഒന്ന്? അയ്യോ, അത് കൊടുക്കാനുള്ളതല്ല, സാമ്പിൾ വെച്ചിരിക്കുന്ന. സാറ് കാശടക്കണം. സ്റ്റോക്ക് വന്നാൽ ആദ്യത്തെ ഫ്രിഡ്ജ് സാറിനായിരിക്കും. ഓഹോ, കാശടക്കണമല്ലേ? കാശുണ്ടെ പിന്നെ ഇങ്ങോട്ട് വരുമോ? താൻ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്ക്, കാശ് വരുമ്പോ തരും. ഇല്ലാരായപ്പാ? ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിന് കണക്ക് പറയാറില്ല. അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ? അയ്യോ, അത് ബുദ്ധിമുട്ടാ. എന്റെ സ്വന്തം സ്ഥാപനമല്ലല്ലോ, ഞാനിവിടെ ജോലിക്കാരനല്ലേ. അങ്ങനെയാണല്ലേ? അത് ശരി, ഞാൻ പോട്ടെ. രാസനാദിപ്പൊടിയാ, നല്ലോണം ഉച്ചയിലിട്ടൊന്ന് തിരുമിക്കേ. പനി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുളിക്കല്ലേ? ശരിക്കും തിരുമിക്കേ, ഇല്ലേ പോവാൻ തന്നെ തിരിച്ചു വരും. ആ പിന്നെ ഞാൻ പറഞ്ഞ കത്തിന്റെ കാര്യം മറന്നിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണോ തിരുമുന്നേ? കൈയെടുത്തേ, ഞാൻ ചെയ്തോളന്നേ. ഞാൻ തിരുമ്മി തരാം. രാസനാദിപ്പൊടിയല്ലേ, കുളി കഴിഞ്ഞ് സ്വല്പം നിറകെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. ജലദോഷം, മൂക്കടപ്പ് പോലായ പമ്പ കിടക്കും. മനസ്സിലായില്ല. ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറോ? അതെ, ലക്കി സ്റ്റാർ ഭാഗ്യതാരകം ഇൻസ്റ്റാൾമെന്റ് പദ്ധതി. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ ടെലിവിഷനൊക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന. കറക്റ്റ്. കണ്ടോ, വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ? ഒന്ന് എടുത്തു വെച്ചാലോ? അയ്യോ, ഞാനല്ല ഇവിടുത്തെ ആള്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറയട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ ഒരു വില അറിയും.
സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാറിനല്ല, ലക്കി സ്റ്റാറിനാണ്. അയ്യോ മാഷേ, ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ മിസ്സസിനോട് കാര്യം പറഞ്ഞത്. എന്താ എന്താ അവിടെ? നമസ്കാരം സാർ. ആ. ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന്. അല്ല, സാറെന്താ ഇവിടെ? അത് കൊള്ളാം. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ അവിടെ ഒന്നു? അയ്യോ, അപ്പൊ സാറിന്റെ വീടായിരുന്നോ? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു. എന്താ ഇപ്പോലെ മാറ്റമുണ്ടോ? അല്ല, അപ്പൊ ഇവരാരാ? ഇതെന്റെ മോള്, ഇത് PC ശ്രീനിവാസൻ. എന്താ വല്ല സംശയമുണ്ടോ? ഹേയ്, ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു. എടോ, ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇന്നേ വരെ 10 പൈസ കൈക്കൂലി വാങ്ങിക്കത്തന്നെ ഞാൻ. ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നാണ് താൻ പറയുന്നത്? ഒരിക്കലും പാടില്ല സാർ. ആ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ മോളെ ചന്ദ്രികയെ ചായ വല്ലോണ്ട് കിടക്ക്. ശ്രീനി തന്റെ വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കേശവന്നാരെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഇന്ന് തന്നെ മാറണോ? ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ? കേശവന്നാര് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ? അതെ, എന്താ? ഒന്നുമില്ല, അവിടെ പ്രേതമുണ്ട്. പ്രേതോ? ആണോ പെണ്ണോ? പെണ്ണ്. ചോര കുടിക്കുന്ന യക്ഷിയാ. അവിടെ ഒരു പാലയുണ്ട്, അതിലാ താമസം. ആവൂ, പെൺപ്രേതമാണെങ്കിൽ രക്ഷപ്പെട്ടു. പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും. നല്ല രസമല്ലേ? അങ്ങനെയൊക്കെ വായിച്ച് പരിചയമുള്ളൂ കേട്ടോ. അല്ല, എന്തേ സുന്ദരേഷിയുടെ പേര്? വരുന്നു. അയ്യടാ, അപ്പൊ ഇഷ്ടമല്ലേ പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ? കാണുമ്പോലല്ലോ ആള്. ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുള്ള നല്ലതല്ലേ? അങ്ങനെ ഇപ്പം കൂട്ടുകൂടണ്ട. അവിടെ പ്രേതം പൂതൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചന്ദ്രികേ, വരുന്നു. ചെല്ലേ. ഏത് ടി വിയാ വേണമെന്ന് പറഞ്ഞു? ഒരാഴ്ചക്ക് സ്റ്റോക്ക് വരും. എത്തിയാൽ ഉടനെ വീട്ടിൽ കൊണ്ടുവരാം. ഓക്കെ? ശ്രീനിവാസ് സാറോ? എന്താ സാറേ ഈ വഴിക്കൊക്കെ? 150 രൂപയുണ്ട്. എന്താ സംഭവം? ഒരു കട്ടില് വേണം, പിന്നെ 1-2 കസേര, മേശ. അതൊക്കെ പതുക്കെ മതി. കട്ടിലാണ് അത്യാവശ്യം. എന്താ സാറേ, കല്യാണം വല്ലതും ആയോ? ഹേയ്, അതുവരെ ഉമ്മർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ്. സ്റ്റോക്ക് എത്തിയാൽ ഉടനെ എടുക്കാം. തിരക്കില്ല, പതുക്കെ മതി. സാർ റെസീറ്റ്? ഓ, അതൊക്കെ പിന്നെ മേടിച്ചോളന്നേ. പിന്നെ സാർ, അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വെച്ച് ഒരു അബദ്ധം പറഞ്ഞു പോയി. തെറ്റിദ്ധരിക്കരുത്. ഓഹോ, അതോ? ഹേയ്, പറ്റേ. ശരി. അമ്പലത്തിൽ നിന്ന് വരാ? വേണ്ട, ഞാനും അങ്ങോട്ടാ. ശീവേലി കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞാണ്. പിന്നെ കത്തെവിടെ? എഴുതി കഴിഞ്ഞു. തരട്ടെ? എന്നെ കളിപ്പിക്കുക? അല്ല, സത്യമായിട്ട് എഴുതി കഴിഞ്ഞു. എന്നിട്ടാ വൈകുന്നേരം വീട്ടിലേക്ക് വാ, തരാം. ശരി. ഇതാര്, ചന്ദ്രികയോ? പിയേഴ്സ്. എവിടെ? എന്തോന്ന്? കത്തെവിടെന്ന്? ഓ, അതാണോ?